നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ടീം പല സ്ഥലങ്ങളിലിരുന്നാണോ ജോലി ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ ഒരു ചെറിയ സംശയം ചോദിക്കാൻ പോലും ഒരു നീണ്ട ഇമെയിൽ അയക്കേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഫയൽ എവിടെയാണോ വെച്ചതെന്ന് ഓർത്തെടുക്കാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇതൊക്കെ ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് വളരെ സാധാരണമാണ്. പക്ഷേ വിഷമിക്കേണ്ട, ശരിയായ ടൂളുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ വെല്ലുവിളികളെയൊക്കെ നമുക്ക് വലിയ അവസരങ്ങളാക്കി മാറ്റാൻ പറ്റും. നിങ്ങളുടെ ടീമിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഒരുമിച്ച് നന്നായി പ്രവർത്തിക്കാനും സഹായിക്കുന്ന ചില കിടിലൻ വെർച്വൽ കമ്മ്യൂണിക്കേഷൻ ടൂളുകളെപ്പറ്റി നമുക്കിന്ന് വിശദമായി സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം വിർച്വൽ കമ്മ്യൂണിക്കേഷനിലെ വെല്ലുവിളികളെക്കുറിച്ച് നമ്മളൊന്ന് സംസാരിക്കും. പിന്നെ വീഡിയോ മീറ്റിങ്ങുകൾക്കും ടീം വർക്കിനും വേണ്ടിയുള്ള ചില പ്രധാനപ്പെട്ട ടൂളുകൾ പരിചയപ്പെടും. അവസാനം ഇത്രയധികം ഓപ്ഷനുകളിൽ നിന്ന് നിങ്ങളുടെ ആവശ്യത്തിന് ഏറ്റവും ചേർന്നത് എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നും നമ്മൾ നോക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം വെർച്വൽ ലോകത്തെ ആശയവിനിമയം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ടെക്നോളജി ബിസിനസ്സുകളെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. ഇത് ഒരുപാട് പുതിയ അവസരങ്ങളും തരുന്നുണ്ട്, പക്ഷേ കൂടെ കുറച്ച് പുതിയ വെല്ലുവിളികളുമുണ്ട്. ഈ സ്ക്രീനിലെ ചോദ്യം ഒരുപക്ഷെ നിങ്ങൾക്ക് നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അല്ലേ? ടീമുമായിട്ട് കാര്യങ്ങൾ കൃത്യമായി പറയാനും ഏകോപിപ്പിക്കാനും നമ്മളിൽ പലരും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നേരിട്ട് കാണാത്തതുകൊണ്ടുള്ള കൺഫ്യൂഷനുകൾ, ജോലികൾ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പ്രയാസം. ഇതിനൊരു പരിഹാരം വേണ്ടേ? തീർച്ചയായുമുണ്ട്. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വെർച്വൽ കൊളാബറേഷൻ ടൂളുകളെന്നൊക്കെ പറയുന്നത് ഇന്നൊരു ഓപ്ഷനല്ല, ബിസിനസ് വിജയത്തിന് അത്യാവശ്യമായൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ശരിയായ ടൂള് തിരഞ്ഞെടുക്കുന്നത് ഒരു പൂട്ടും താക്കോളും പോലെയാണ്. അത് നിങ്ങളുടെ ടീമിന്റെ മുഴുവൻ കഴിവിനെയും പുറത്തു കൊണ്ടുവരാൻ സഹായിക്കും. ഇനി നമുക്ക് വെർച്വൽ മീറ്റിംഗുകളുടെ ഹൃദയത്തിലേക്ക് വരാം. വീഡിയോ കോൺഫറൻസിംഗ് ടൂളുകൾ. ശരിയാണ്, നേരിട്ട് കാണുന്നതിന് പകരമാകില്ലൊന്നും. എന്നാലും ആ ഒരു ഫീൽ പരമാവധി തരാൻ സഹായിക്കുന്ന ചില ടൂളുകളുണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ആൾ നിങ്ങൾക്കെല്ലാവർക്കും നന്നായി അറിയാവുന്ന ഗൂഗിൾ മീറ്റാണ്. ഗൂഗിളുടെ സ്വന്തം പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ചില പ്രത്യേക ഗുണങ്ങളുണ്ട്. ഗൂഗിൾ മീറ്റിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അതിന്റെ സിംപ്ലിസിറ്റിയാണ്. നിങ്ങൾ ഗൂഗിൾ കാലണ്ടറോ ഡ്രൈവോ ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ മീറ്റ് നിങ്ങളുടെ വർക്കിന്റെ ഒരു ഭാഗമാക്കാൻ ഭയങ്കര എളുപ്പമാണ്. മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാനും ഫയലുകൾ ഷെയർ ചെയ്യാനുമൊക്കെ ഒറ്റ ക്ലിക്ക് മതി. 250 പേർക്ക് വരെ ഒരുമിച്ച് പങ്കെടുക്കാം. പിന്നെ നമ്മൾ സംസാരിക്കുന്നത് അപ്പപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ലൈവ് ക്യാപ്ഷൻ സൗകര്യവും ഇതിനെ വളരെ യൂസ്ഫുൾ ആക്കുന്നു. അടുത്തത് വെർച്വൽ മീറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പേര് സൂം. കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ഇത് ഉപയോഗിക്കാതെ തരലല്ല, അല്ലേ? സൂമിന്റെ പവർ അതിന്റെ ഫീച്ചറുകളിലാണ്. നല്ല ക്വാളിറ്റിയുള്ള വീഡിയോയ്ക്കും ഓഡിയോയ്ക്കും പുറമേ ബ്രേക്കൌട്ട് റൂമുകൾ എന്നൊരു കിഡ്ലൻ സംഭവമുണ്ട്. അതായത് ഒരു വലിയ മീറ്റിംഗിനിടയിൽ ആളുകളെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി തിരിച്ച് ചർച്ചകൾ നടത്താൻ ഇത് സഹായിക്കും. പിന്നെ വെർച്വൽ ബാക്ക്ഗ്രൗണ്ടുകൾ, അതൊരു രസം മാത്രമല്ല, നമ്മുടെ പ്രൈവസി സംരക്ഷിക്കാനും ബെസ്റ്റാണ്. ചെറിയ ടീം മീറ്റിംഗ് മുതൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വെബിനാറുകൾ വരെ നടത്താൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിൾ ടൂളാണ് സൂം. ഇനി നമുക്ക് മൈക്രോസോഫ്റ്റ് ടീംസിലേക്ക് വരാം. നിങ്ങളുടെ ഓഫീസിൽ വേർഡ്, എക്സൽ പോലുള്ള മൈക്രോസോഫ്റ്റ് 365 ആപ്പുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടീംസ് നിങ്ങൾക്കുള്ളൊരു കംപ്ലീറ്റ് പാക്കേജാണ്. മൈക്രോസോഫ്റ്റ് ടീംസ് എന്ന് പറയുന്നത് വെറും ഒരു വീഡിയോ കോളിംഗ് ആപ്പല്ല കേട്ടോ. അതൊരു ഡിജിറ്റൽ ഓഫീസ് സ്പേസ് പോലെയാണ്. ഇവിടെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം, ഫയലുകൾ ഷെയർ ചെയ്യാം, വീഡിയോ കോളുകൾ ചെയ്യാം, എല്ലാം ഒരൊറ്റ സ്ഥലത്ത്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണമെന്താണെന്ന് വെച്ചാൽ മറ്റു മൈക്രോസോഫ്റ്റ് ആപ്പുകളുമായുള്ള കണക്ഷനാണ്. ഒരു വേർഡ് ഡോക്യുമെന്റിൽ ഒരുമിച്ച് വേല ചെയ്യാൻ വേറെ ആപ്പ് തുറക്കണ്ട, എല്ലാം ടീംസിനുള്ളിൽ തന്നെ നടക്കും. അടുത്തതായി റിംഗ് സെൻട്രൽ. ഇതിന്റെ പ്രത്യേകത കമ്മ്യൂണിക്കേഷന്റെ എല്ലാ വഴികളും, അതായത് മെസ്സേജ്, വീഡിയോ, ഫോൺ കോളുകൾ, ഇതെല്ലാം ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഒരുമിപ്പിക്കുന്നു എന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ചാറ്റ് ചെയ്യാനൊരാപ്പ്, വീഡിയോ കോളിന് വേറൊന്ന്, ഫോൺ വിളിക്കാൻ മറ്റൊന്ന്, ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നത് ഒരു ബുദ്ധിമുട്ടല്ലേ? റിംഗ് സെൻട്രൽ ഈ ഒരു പ്രശ്നത്തിനാണ് പരിഹാരം കാണുന്നത്. എല്ലാം ഒരൊറ്റ ആപ്പിൽ കിട്ടുമ്പോൾ കൺഫ്യൂഷൻ കുറയും, കാര്യക്ഷമത കൂടും. അതുപോലെ എത്ര കോളുകൾ വന്നു, അതിന്റെ ദൈർഘ്യം എത്ര എന്നൊക്കെ അറിയാൻ സഹായിക്കുന്ന കോൾ അനലിറ്റിക്സ് പോലുള്ള ഫീച്ചറുകൾ ബിസിനസ്സുകൾക്ക് ശരിക്കും ഉപകാരപ്പെടും. വീഡിയോ കോൺഫറൻസിംഗ് മാത്രം പോരല്ലോ, നമ്മുടെ ദിവസേനയുള്ള സംഭാഷണങ്ങൾ, പ്രൊജക്ട് മാനേജ്മെന്റ്, അറിവുകൾ പങ്കുവയ്ക്കൽ, ഇതിനൊക്കെ വേറെയും ചില ടൂളുകൾ വേണം. അപ്പോൾ അടുത്തതായി നമ്മൾ അങ്ങനെയുള്ള ചില ടൂളുകളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ ദിവസേനയുള്ള ജോലികൾ എളുപ്പമാക്കുന്ന 3 കിടിലൻ ടൂളുകളാണിത്. ആദ്യം സ്ലാക്ക്. ഇതിനെ നമുക്കൊരു സൂപ്പർ ചാർജ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് പോലെ ചിന്തിക്കാം. ഓരോ പ്രോജക്റ്റിനും ഓരോ ചാനലുണ്ടാക്കാം. ഇത് സംഭാഷണങ്ങൾ ഓർഗനൈസ് ചെയ്യാനും പഴയ കാര്യങ്ങൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും സഹായിക്കും. അടുത്തത് ട്രെലോ. ഇതൊരു ഡിജിറ്റൽ വൈറ്റ് ബോർഡ് പോലെയാണ്. ഓരോ ജോലിയും ഓരോ കാർഡായി നമുക്ക് നീക്കിവെക്കാം. ആ ജോലി ഇപ്പോൾ എവിടെയെത്തി, ആരാണ് ചെയ്യുന്നതെന്നൊക്കെ ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റും. അവസാനമായി ടെട്ര. ഇതിനെ നമ്മുടെ കമ്പനിയുടെ സ്വന്തം വിക്കിപീഡിയ എന്ന് വേണമെങ്കിൽ പറയാം. കമ്പനിയിലെ പ്രധാനപ്പെട്ട വിവരങ്ങളും പോളിസികളുമെല്ലാം ഒരിടത്ത് രേഖപ്പെടുത്താൻ ഇത് സഹായിക്കും.
ഇനി കുറച്ചും കൂടി സ്പെസിഫിക് ആയ ആവശ്യങ്ങൾക്കുള്ള ചില ടൂളുകൾ നോക്കാം. സ്പീക്കപ്പ് എന്ന് പറയുന്നത് എപ്പോഴും കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കാത്ത ജീവനക്കാർക്ക്, അതായത് റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി പോലുള്ള ഫീൽഡിലുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അവർക്ക് മൊബൈലിൽ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ക്ലാരിറ്റിയുടെ ലക്ഷ്യം ഇമെയിൽ, ചാറ്റ്, കോളുകളെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന് നമ്മുടെ ശ്രദ്ധ തെറ്റാതെ ജോലി ചെയ്യാൻ സഹായിക്കുക എന്നതാണ്. ഫ്ലോഡോക്ക് ആകട്ടെ ടീം ചാറ്റുകളെയും ഇമെയിലുകളെയും ഒരുമിപ്പിക്കുന്നു. അതായത് പലയിടത്തായി ചിതറിക്കിടക്കുന്ന സംഭാഷണങ്ങളെല്ലാം ഒരിടത്ത് കിട്ടും. ഓക്കെ, ഇത്രയധികം ടൂളുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും, നമ്മുടെ ബിസിനസ്സിന് ഏറ്റവും നല്ലത് ഏതാണ്, അതെങ്ങനെ തിരഞ്ഞെടുക്കും? അടുത്തതായി നമ്മൾ അതാണ് നോക്കുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കൃത്യമായി തിരിച്ചറിയുന്നതാണ് ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ എങ്ങനെയാണ് ശരിയായ ടൂൾ തിരഞ്ഞെടുക്കുക? ഈ 5 ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിച്ചാൽ മതി. 1. എന്റെ ടീമിന്റെ വലുപ്പത്തിനും ആവശ്യങ്ങൾക്കും ഇത് ചേരുമോ? 2. എന്റെ ബഡ്ജറ്റിൽ ഇതൊതുങ്ങുമോ? 3. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന മറ്റു സോഫ്റ്റ്വെയറുകളുമായി ഇതിനെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ? 4. എന്റെ ടീമിലുള്ളവർക്ക് ഇത് പെട്ടെന്ന് പഠിച്ചെടുത്ത് ഉപയോഗിക്കാൻ എളുപ്പമാണോ? അവസാനമായി, ഏറ്റവും പ്രധാനം, എന്റെ ഡാറ്റ ഇതിൽ എത്രത്തോളം സുരക്ഷിതമായിരിക്കും? ഓർക്കുക, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടൂൾ എന്നൊന്നുമില്ല. നിങ്ങളുടെ സാഹചര്യത്തിന് ഏറ്റവും അനുയോജ്യമായ ടൂൾ ഏതാണെന്ന് കണ്ടെത്തുന്നതാണ് പ്രധാനം. നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ ഈ ടേബിൾ സഹായിക്കും. മുഖാമുഖം സംസാരിക്കാനാണെങ്കിൽ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം, പെട്ടെന്നുള്ള മെസ്സേജുകൾക്കും ചർച്ചകൾക്കുമായി സ്ലാക്ക് അല്ലെങ്കിൽ ഫ്ലോഡോക്ക്, ജോലികൾ ട്രാക്ക് ചെയ്യാനാണെങ്കിൽ ട്രെല്ലോ, പ്രധാനപ്പെട്ട വിവരങ്ങൾ ഒരിടത്ത് സൂക്ഷിക്കാൻ ടെട്ര. ഇനി ഇതെല്ലാം കൂടി ഒരൊറ്റ പാക്കേജായി വേണമെങ്കിൽ മൈക്രോസോഫ്റ്റ് ടീംസ് അല്ലെങ്കിൽ റിംഗ് സെൻട്രൽ. നിങ്ങളുടെ പ്രധാന ആവശ്യം എന്താണെന്ന് നോക്കി തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശകലനം ഇവിടെ പൂർത്തിയാവുകയാണ്. ഒന്നോർക്കുക, ശരിയായ ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ തിരഞ്ഞെടുക്കുന്നത് വെറും ഒരു സോഫ്റ്റ്വെയർ വാങ്ങുന്നതുപോലെയല്ല. അത് നിങ്ങളുടെ ടീമിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റാണ്. ഇന്ന് നമ്മൾ കണ്ട ഈ ടൂളുകളിൽ നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഏതിനായിരിക്കും കഴിയുക? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക, നിങ്ങളുടെ ടീമുമായി ചർച്ച ചെയ്യുക, എന്നിട്ട് ശരിയായ ഒരു തീരുമാനമെടുക്കുക. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സമയം കണ്ടെത്തിയതിന് നന്ദി.